Hi, it's me Jilna. Welcome to another episode of Ginger Coffee Vlogs. നമ്മൾ അങ്ങനെ രാവിലെ പള്ളിയിലൊക്കെ പോയി വീട്ടിലേക്ക് പോകുന്ന വഴിയാണ് കേട്ടോ. സൂചേട്ടൻ ഇവിടെ ഒരു ഷോപ്പിൽ കയറിയൊക്കെയാണ് കുറച്ച് ലൈവ് പ്ലാന്റ്സ് മേടിക്കാൻ വേണ്ടിയിട്ട്. നമ്മുടെ പുതിയ അക്വേറിയം സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് മരക്കഷ്ണങ്ങളൊക്കെ ബീച്ചിൽ നിന്ന് പറക്കി കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ സെറ്റാക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ലൈവ് പ്ലാന്റ്സ് കിട്ടുമോയെന്ന് അറിയാൻ വേണ്ടി ഒരു ഷോപ്പിൽ കയറിയൊക്കെയാണ്. ഓക്കെ, പിന്നെ എന്താണ് നിങ്ങളുടെ വിശേഷങ്ങൾ? എനിക്ക് തോന്നുന്നു പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്തു അല്ലേ? ഇന്നാണ് തോന്നുന്നു സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇന്ന് മൺഡേ ആണ്, ജൂലൈ 1. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. കോഴ്സൊക്കെ അടിപൊളിയായിട്ട് ചെയ്യുക. രജിസ്ട്രേഷനൊക്കെ കഴിഞ്ഞ് APC കിട്ടിയവർക്ക് എത്രയും പെട്ടെന്ന് തന്നെ ജോബ് ഫൈൻഡ് ചെയ്ത് നല്ലൊരു ജോബൊക്കെ ഇവിടെ കിട്ടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെയും പ്രാർത്ഥനയിൽ ഓർക്കുക. പിന്നെന്താ, ജോബ് കിട്ടാൻ വൈകുന്നു. എനിക്ക് കുറച്ച് കുട്ടികൾക്ക് മെസ്സേജ് അയക്കാറുണ്ട്. ആരും വിഷമിക്കുന്നുണ്ട്, എല്ലാവരും പ്രാർത്ഥിക്കുക. പറ്റുന്നവരൊക്കെ ഇപ്പോൾ ഫ്രീ ആയിട്ടിരിക്കുന്ന ടൈമാണെങ്കിൽ അടുത്തൊക്കെ പള്ളി ഉണ്ടെങ്കിൽ ഡെയിലി പള്ളിയിലൊക്കെ പോയി ഒന്ന് പ്രാർത്ഥിച്ച് അതിന് വേണ്ടി നമ്മളൊന്ന് കുറച്ചൊരു സഹനം എടുത്തു കഴിഞ്ഞാൽ തമ്പുരാൻ തരുന്നേ, തരാതിരിക്കൊന്നുമില്ല. എവിടെയെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ആവശ്യമുള്ള സമയത്ത് ഒരു ജോബൊക്കെ നിങ്ങളുടെ കയ്യിൽ തന്നെ വന്ന് ചേരും. അതുകൊണ്ട് ഒത്തിരി ടെൻഷൻ അടിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? വെറുതെ ഇരുന്ന് ആലോചിച്ച് കൂടി ടെൻഷൻ അടിച്ചിട്ട് യാതൊരു വിധ കാര്യമില്ല. അപ്പം എല്ലാ നേരമൊക്കെ അടുത്ത് പള്ളിയൊക്കെ ഉണ്ടെങ്കിൽ പോയി പള്ളിയിലൊക്കെ പോവുക, കൊന്ത ചൊല്ലാൻ പറ്റുമെങ്കിൽ കൊന്ത ചൊല്ലുക, അങ്ങനെയൊക്കെ ഇരിക്കുക എല്ലാവരും ഹാപ്പി ആയിട്ട്. ഇന്നൊരു കുക്കിംഗ് ഡേ ആണ് കേട്ടോ. ഇന്നലത്തെ കറികളൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇന്ന് പുതിയതായിട്ട് കുറച്ച് കറികൾ ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വെക്കണം. എല്ലാ ദിവസവും അടുക്കളയിൽ കയറാനായിട്ട് ആരോഗ്യവും ഇല്ല, ഇൻട്രസ്റ്റും ഇല്ല. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു കുറച്ച് 2-3 തരം കറികൾ ഉണ്ടാക്കി അങ്ങ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നാളെ അതിനെ കഴിക്കാമല്ലോ. അപ്പോൾ വെറൈറ്റി ആയിട്ട് കുറച്ച് കറികൾ പിടിക്കുന്നുണ്ട്. ഒരു ചാറുകറി, ഉപ്പേരി, തോരനൊക്കെ ആയിട്ട് വെക്കണമെന്ന് ആഗ്രഹിക്കുന്നു. അതാണ് ഇന്നത്തെ പ്ലാൻ. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ കറി ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. കാബേജ് തോരനാണ്. ഇതെന്റെ അടുക്കളയിൽ നിന്ന് പുറത്തേക്ക് നോക്കുമ്പോഴുള്ള വ്യൂ ആണ് കേട്ടോ. അച്ചൂസിനാണെങ്കിൽ അങ്ങനെ പച്ചക്കറി കഴിക്കുന്ന കാര്യം വളരെ കഷ്ടമാണ്. എല്ലാ പിള്ളേരുടെ കണക്ക് തന്നെയാണ്. ഒന്നില്ലെങ്കിൽ ഇറച്ചി, ചിക്കനാണ് ഫേവറേറ്റ്, അല്ലെങ്കിൽ പിന്നെ ഫിഷ് ഫ്രൈ എങ്കിലും വേണം. അങ്ങനെ ഒരു ദിവസം ഞാൻ കാബേജ് തോരൻ വെച്ചപ്പോൾ അവൻ വന്ന് പറഞ്ഞു, എനിക്ക് ഈ കറി ഇഷ്ടപ്പെട്ടു അമ്മ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു കാബേജ് തോരൻ ഒരു പ്രാവശ്യം കൂടെ അങ്ങ് വെക്കാം. അവനെന്തായാലും ഇഷ്ടപ്പെട്ടതല്ലേ, ഇച്ചിരിയെങ്കിലും എന്തെങ്കിലും പച്ചക്കറിയൊക്കെ കഴിക്കട്ടെ പിള്ളേർ. ഞാനങ്ങനെ സാധാരണ പച്ചക്കറി വെക്കുന്ന ദിവസം വാരി കൊടുക്കല പതിവ്, അല്ലെങ്കിൽ ഭയങ്കര മടിയാണ് കഴിക്കാനായിട്ട്. സാമ്പാർ ഇഷ്ടമാണ്, പക്ഷെ ചാറ് മാത്രമേ കഴിക്കുള്ളൂ. അങ്ങനെ എല്ലാത്തിൻ്റെയും ചാറ് എടുക്കുള്ളൂ. അങ്ങനെ പച്ചക്കറി ഐറ്റംസ് ആയിട്ട് അങ്ങനെ ഒന്നും കഴിക്കില്ല. അപ്പം എന്തായാലും ഇഷ്ടപ്പെട്ട സാധനങ്ങൾ വെച്ച് കൊടുക്കാം, അപ്പം അതെങ്കിലും കഴിക്കുമല്ലോ. അപ്പോൾ ആദ്യത്തെ ഐറ്റം കാബേജ് തോരനാണ്. ഇനി ഞങ്ങളുടെ എല്ലാവരുടെയും ഫേവറേറ്റ് ആണ് മുതിര. ചില നാട്ടുകാരൊന്നും കഴിക്കില്ല എന്ന് ഞാനങ്ങനെ കേട്ടിട്ടുണ്ട് കേട്ടോ. കുതിരയ്ക്ക് കൊടുക്കുന്ന സാധനമാണ് മുതിര, അങ്ങനെ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷേ നമ്മൾ തൃശ്ശൂരുകാർ വെക്കും കേട്ടോ. സ്വതവേ എല്ലാവരും വെക്കാറുള്ളത് തന്നെയാണ്. നമ്മൾ സ്കൂളിലൊക്കെ പോകുമ്പോൾ കൊണ്ടുപോകാറുള്ളത് തന്നെയാണ്. ഞങ്ങൾക്ക് രണ്ടുപേർക്കും, സൂചനായാലും എനിക്കായാലും അച്ചൂസായാലും കുഴപ്പമില്ല, കഴിക്കും. അപ്പോൾ അടുത്തൊരു കറിയാണ് മുതിര ഉപ്പേരി വയ്ക്കാൻ പോവാണ്. അപ്പം അതിലേക്ക് കുറച്ച് വെളുത്തുള്ളി നന്നാക്കി എടുക്കുന്നുണ്ട്. അങ്ങനെ ഫസ്റ്റത്തെ കറി കാബേജ് തോരൻ റെഡിയായി. ഞാനതൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഈ ചട്ടിയിൽ തന്നെ മുതിര ഉപ്പേരിയും കൂടെ നമുക്ക് കാച്ചിയെടുക്കാം. മുതിര ഓൾറെഡി വെന്തിരിക്കുന്നുണ്ട്, വിസിലൊക്കെ വന്നു. അപ്പോൾ ഈ പാത്രത്തിൽ തന്നെ അങ്ങ് കാച്ചിയെടുക്കുമ്പോൾ നമുക്ക് പാത്രങ്ങൾ അധികം കഴുകേണ്ട വരില്ല. അല്ലെങ്കിൽ ഇന്ന് ഫുള്ള് ഇവിടെ നിന്ന് പാത്രം കഴുകേണ്ടി വരും. അപ്പം എത്രയോ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുമോ അത്രയും ഈസി ആയിട്ട് ചെയ്യാനാണ് ഞാൻ നോക്കുന്നത്. മുതിര ശരിക്കും നമ്മൾ പറയാ ശരീരത്തിലേക്ക് ചൂട് കിട്ടുന്നല്ലേ പറയാ, എനർജി ഫുഡാണ്. ഇപ്പോൾ ഇവിടുത്തെ ന്യൂസിലാൻഡിലത്തെ കാലാവസ്ഥ എന്ന് പറയുന്നത് തണുപ്പാണ്. അപ്പം അത് എല്ലാം കൂടെ അങ്ങ് അഡ്ജസ്റ്റ് ആയിക്കോളും. പിന്നെ ഞാൻ എപ്പോഴും കുറച്ചധികം വെളുത്തുള്ളി ഇട്ടിട്ട് അവിടെ വെക്കുക. അപ്പം നമുക്ക് അങ്ങനെ ഗ്യാസ് കയറുന്നതിൻ്റെ പ്രശ്നമൊന്നും വരില്ല. അങ്ങനെ നമ്മുടെ മുതിര ഉപ്പേരിയും റെഡി ആയിട്ടുണ്ട്. ഇനി പൈനാപ്പിൾ വെച്ചിട്ടൊരു പുളിശ്ശേരി ഉണ്ടാക്കാം. ഇത് ശരിക്കും ലിസ്റ്റിൽ ഇല്ലാത്തതാണ്, പക്ഷെ ഒരു കഷ്ണം പൈനാപ്പിൾ ഇരിക്കുന്നുണ്ടായിരുന്നു ഫ്രിഡ്ജിൽ. അപ്പോൾ പിന്നെ അത് വെറുതെ നാശമാക്കി കളയണ്ടല്ലോ.
നല്ല മധുരമുള്ള പൈനാപ്പിൾ കേട്ടോ, നല്ല മധുരമുണ്ട്. എന്നാലും പുളിശ്ശേരി കാരണം വേണമെങ്കിൽ ഒരു ഇച്ചിരി ശർക്കരയും കൂടി ഇട്ടേക്കാം. വെറുതെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റ്. ഇനി പൈനാപ്പിൾ കുറച്ച് നേരം ഒന്ന് വെബട്ടെ. അങ്ങനെ പൈനാപ്പിൾ പുളിശ്ശേരിയും റെഡി ആയിട്ടുണ്ട്. കുറച്ച് ഉണ്ടാക്കിയുള്ളൂ കേട്ടോ. ഇനി ഒരു സൈഡിൽ മീൻ കറി റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. മീൻ വറക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഉപ്പും മുളകൊക്കെ തേച്ച് വെച്ചിട്ടുണ്ട്. ഇനി അതും കൂടെ അങ്ങ് വറക്കാം. തുടങ്ങി ഫുഡ് കഴിക്കാം. ചോറ്, എനിക്ക് കാണല്ല. കേബേജ് ഉപ്പേരി, മുതിര, ഇതെന്തമ്മ? ഇത് പൈനാപ്പിൾ കണ്ടിട്ടില്ല ഞാൻ. പുളിശ്ശേരി, കുറച്ച് മീൻ കറി, ഇത്രയും കൂടിയും ഒരു മീൻ വറുത്തത്. അവരോട് എടുത്ത് കഴിച്ചോളാം പറഞ്ഞിട്ടുണ്ട് ഞാൻ. തണുപ്പുണ്ടോ? ആ ശരി, കുറച്ച് അയ്യോ തണുക്കുണ്ട്. രസമല്ലേ കാണാൻ? അവിടെ പട്ടികളൊക്കെ ഉണ്ട്. ആരോട്? അവൻ പറഞ്ഞോ? നമ്മുടെ ഫിഷ് ടാങ്കിലേക്ക് എടുക്കാം. ആ സ്വിമ്മിങ്ങിന്റെ ഇത് എടുക്കായിരുന്നില്ലേ സൂട്ട്? തണുക്കണില്ലേടാ? അമ്മ ഇവിടെ കവറൊക്കെ വയ്ക്കാം. ഇറങ്ങിക്കോ. എന്ത് എഴുതി വെച്ചിരിക്കണേ? നോക്കട്ടെ, അച്ചുവിന്റെ പേര് മാക്കിയോ നോക്കട്ടെ ആദ്യം. കടലമ്മ. കുറച്ചുകൂടി ഫ്രണ്ടിലേക്ക് ഇരിക്കേ. ആ അടുത്തൊരു നനയൂ കേട്ടാ, അടുത്തൊരു നനയെന്ന് പറയാ. വരുന്നില്ലല്ലോ അച്ചു. കളക്കണ്ട, ഞണ്ടുണ്ടാവും. ഇല്ല. ഹാ അപ്പക്ക് പിന്നെ എവിടെ പോയാലും ഫിഷിങ്ങാ. അതേ നിൽക്കുന്ന അറ്റത്ത്. അപ്പ കൂടെ ഉണ്ടായാലേ ധൈര്യമുള്ളൂ. അമ്മയുണ്ടല്ലോ. അപ്പനെ വിളിക്കാന്ന് വെച്ചാ അപ്പൊ കുറച്ച് കഴിയുമ്പോ വരും. അപ്പൊ രണ്ടാൾക്കും കൂടി ഇറങ്ങാം. ആ ചേട്ടന്മാര് പോണ പോലെ അങ്ങ് പോ.
അപ്പൊ പിന്നെ എന്തോ സ്കൂളിൽ പഠിക്കുന്നേ സ്വിമ്മിങ്? ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കുക അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ ഒക്കെ എടുത്ത് വെക്കണ്ടേ? പറഞ്ഞതല്ലേ ബീച്ചിൽ പോകുന്നുണ്ടെന്ന്. അത്രയും നേരം ടിവിയുടെ മുമ്പിൽ ഇരുന്നിട്ടല്ലേ? എന്തോ ഉണ്ടാക്കുന്നേ? പറഞ്ഞോ വേണ്ടാട്ടാ. അയ്യോ അച്ചു എല്ലാം പോയി. ക്ലിയർ വാട്ടറാ. നിന്റെ ചെരുപ്പോ? ആ അവിടെ ഉണ്ട്. അച്ചു ഈ വീട്ടിലുള്ള ആൾക്കാർക്കൊക്കെ എന്ത് സുഖായിരിക്കൂല്ലേ? ഡെയിലി ബീച്ചിലേക്ക് നോക്കിയിട്ട് എണീക്കാം. ബീച്ചിലേക്ക് നോക്കിയിട്ട് എണീക്കാന്ന് ഡെയിലി. ഫിനിഷ് ആയോ? എന്തോ അത്? നാല് സൈഡിലും വെച്ചോ? ഓക്കെ ഓക്കെ ഡൺ. അപ്പേനെ കണ്ടേ? എന്തുവാ അതിട്ടാ? അത് പലതരം കല്ലുണ്ടാവുമല്ലോ. അപ്പയ്ക്ക് വല്ലതും കിട്ടിയാവോ മീനെ? അച്ചു 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 ആപ്പിൾ വേണോ? അപ്പനും മോനും കൂടെ ഫോട്ടോഷൂട്ട് നടത്താണ്. തണുത്തോളാണോ വരണേ? കുളിക്കണ്ട കുളിക്കണ്ട അച്ചു. കാല് ഇതാക്കി, കാല് ഒക്കെ കഴുകു. ഓ മണ്ട അത് തണുല്ലേ? തല കുളിക്കില്ലേ? തലയും തനിക്കല്ലേ? തണുവുണ്ടാവും. ഇനി കാണാൻ പോകുന്നത് സൂരജ് ചേട്ടൻ പ്ലാന്റ് സെറ്റ് ചെയ്തത്. ലൈറ്റ് പ്ലാന്റ്സ് വെച്ച് സെറ്റ് ചെയ്ത നമ്മുടെ പുതിയ അക്വേറിയം. ഇത് നമ്മൾ അന്ന് ബീച്ച് സൈഡിൽ പോയി എടുത്ത മരാണ് കേട്ടോ. ഇതുമ്മേ വളരുന്നാണ് അവര് പറഞ്ഞത്. നാലാമത്തെ പടം വരുമ്പോൾ